എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കാണുന്ന തിരക്കിലാണ്. അന്തരിച്ച കോൺഗ്രസ് നേതാവ് MI ഷാനവാസിന്റെ കുടുംബത്തെയും ഹൈബി സന്ദർശിച്ചു. ലെവിൻ കെ വിജയൻ ചേരുന്നു ഹൈബിക്കൊപ്പം. എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ തന്റെ അനൗപചാരിക തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. മാതാപിതാക്കളുടെ ശവകുടീരത്തിലെത്തി പ്രാർത്ഥന നടത്തിയ ശേഷം അദ്ദേഹം അന്തരിച്ച മുൻ MP MI ഷാനവാസിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്. MI ഷാനവാസിന്റെ വീട്ടിൽ നിന്നും ഹൈബിയും നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. MI ഷാനവാസിനെ പോലെ ഒരു നേതാവിന്റെ വീട്ടിലേക്കാണ് ആദ്യം കടന്നു വരുന്നത്. എന്താണ് പറയാനുള്ളത്? ഷാജിക്കായിട്ടുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് എൻ്റെ പിതാവ് ശ്രീ ജോർജിനൊപ്പമുള്ള ഒരേ കാലഘട്ടത്തിലെ KSU മുതൽ ആരംഭിച്ച പ്രവർത്തന ബന്ധമാണ്, ഒരു കുടുംബ ബന്ധമാണ്. ഇവിടുത്തെ മാസ് ഹോട്ടലിൽ താമസിച്ചിട്ടുള്ള ഒരുപാട് കഥകളും ഷാജിക്കായിട്ടുള്ള ആദ്യത്തെ ഡാഡി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ സീറ്റ് ചർച്ചകളുമെല്ലാം ഡിസ്കഷനിൽ വന്നിട്ടുള്ളതാണ്. പല വീടുകളിൽ പല ചർച്ചകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഷാജിക്കായിട്ടുള്ള ഒരു വലിയ ഓർമ്മയുണ്ട്. പിന്നെ ഈ കുടുംബമായിട്ടുള്ളൊരു വളരെ അടുപ്പമുണ്ട്. അതാണ് ആദ്യം തന്നെ ഇങ്ങോട്ട് വരാനും ദൈവത്തിന്റെ അനുഗ്രഹം മേടിക്കാനും ഒക്കെ പ്രേരിപ്പിച്ചത്. ഹൈബിയുടെ സ്ഥാനാർത്ഥിത്വം വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് ഈ വീട്ടിലേക്കാണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത്. എന്താണ് ഈ സമയത്ത് ഹൈബിയോട് പറയാനുള്ളത്? വലിയ സന്തോഷം. ആദ്യം വീട്ടിൽ വന്ന സന്തോഷമുണ്ട്. എല്ലാവരും അനുഗ്രഹം ഉണ്ട്. ഹൈബി തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും തന്നെയാണോ വിശ്വാസം? പിന്നെ ഉറപ്പല്ലേ അത്. പറയാനുള്ളത് അങ്ങനൊന്നുമില്ല. ഹൈബി വിജയിക്കും എന്നുള്ള അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ. ഏതായാലും ഹൈബി വിജയിക്കുമെന്നുള്ള വിശ്വാസം ഷാനവാസിന്റെ കുടുംബങ്ങൾക്കൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളോട് സംസാരിക്കാനുണ്ട്. മണ്ഡലം പര്യടനങ്ങൾ ഏത് ഘട്ടത്തിൽ തുടക്കമായിരിക്കുന്നു? എങ്ങനെയായിരുന്നു? ഇന്നാണ് ഔപചാരികമായ പാർട്ടിയുടെ 3 മണിക്ക് DCCയിൽ ചേർന്ന യോഗത്തിൽ തുടർന്നുള്ള പ്രചരണ പരിപാടികൾ തീരുമാനിക്കും. ഔപചാരികമായി സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ തുടർന്നുള്ള മീറ്റിങ്ങുകളും കൺവെൻഷനുകളും നാളെ തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷനാണ് എറണാകുളം ടൗൺ ഹാളിൽ വെച്ചിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വളരെ ഓർഗനൈസ്ഡായ ചിട്ടയായ പ്രചരണ പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. LDFന്റെ ഭാഗത്തു നിന്നും പ്രചരണം ഒരു ഘട്ടം അവരേറെ മുന്നിട്ടു എന്നുള്ള ഒരു അവർ പേഴ്സണൽ ക്യാമ്പയിൻസ് ആണ് ഇതുപോലുള്ള സന്ദർശന പരിപാടികളിലൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. പക്ഷേ എപ്പോഴും UDF രണ്ടാമതാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. പക്ഷെ വിജയിച്ചു വരുന്നത് UDF ആയിരിക്കും. ഇനി ആരെയൊക്കെ ആയിരിക്കും കൂടുതൽ സന്ദർശനം നടത്തുന്നത്? ആരുടെയൊക്കെ വീട്ടിൽ? സോഷ്യൽ വിസിറ്റ്സ് ആണ്. എല്ലാ പരമാവധി കുടുംബ ബന്ധമുള്ള ആളുകളെയും വ്യക്തിപരമായി എത്തിച്ചേരേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ഏതായാലും സ്ഥാനാർത്ഥി തന്റെ ഔപചാരിക പ്രചരണങ്ങൾ ആരംഭിച്ചിരുന്നു. അദ്ദേഹം വലിയ തിരക്കിലേക്ക് കടക്കുകയാണ്. ക്യാമറമാൻ മുഹമ്മദ് ബുനയ്ക്കൊപ്പം ലെവിൻ കെ വിജയൻ, മീഡിയ 1 കൊച്ചി.